നമസ്കാരം, എല്ലാവർക്കും മൈ റെക്കോർഡ്സ് PSCയിലേക്ക് സ്വാഗതം. കേരളത്തിലെ മുഖ്യമന്ത്രിമാർ എന്ന ടോപ്പിക്കിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് പട്ടം താണുപിള്ളയെക്കുറിച്ചാണ്. ഫെബ്രുവരി 22, 1960 മുതൽ സെപ്റ്റംബർ 26, 1962 വരെയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പദം അലങ്കരിച്ചത്. കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. 1885 ജൂലൈ 15 അദ്ദേഹം ജനിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്നീ പദങ്ങൾ അലങ്കരിച്ച വ്യക്തി പട്ടം താണുപിള്ള. അദ്ദേഹം അലങ്കരിച്ചിട്ടുള്ള പദങ്ങൾ എന്തൊക്കെയാണ്? തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഒന്നാം കേരള നിയമസഭയിലേക്ക് പട്ടം താണുപിള്ള തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ള. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള പ്രതിനിധീകരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി PSP. പട്ടം താണുപിള്ളയുടെ പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി പട്ടം താണുപിള്ള. കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തിയും പട്ടം താണുപിള്ളയാണ്. അദ്ദേഹം പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ ഗവർണർ സ്ഥാനമാണ് വഹിച്ചിരുന്നത്. പട്ടം താണുപിള്ള ഏറ്റവും കൂടുതൽ കാലം ഗവർണർ പദവി വഹിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പട്ടം താണുപിള്ള ഏറ്റവും കൂടുതൽ കാലം ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണറായിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? പട്ടം താണുപിള്ള. അപ്പോൾ പട്ടം താണുപിള്ള ഫെബ്രുവരി 22, 1960 കേരള മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുകയും സെപ്റ്റംബർ 26, 1962 2 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടായിരുന്ന സമയം. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രിയാണ്. 1885 ജൂലൈ 15 അദ്ദേഹം ജനിച്ചത്. തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ഒക്കെ പദങ്ങൾ അലങ്കരിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. അദ്ദേഹത്തിന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഒന്നാം കേരള നിയമസഭയിലേക്ക് പട്ടം താണുപിള്ള തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ള പ്രതിനിധീകരിച്ചിരുന്ന പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. കേരള മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം ഗവർണർ സ്ഥാനം വഹിച്ചിരുന്നു. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഗവർണറാകുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. അദ്ദേഹം പഞ്ചാബിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഗവർണറായിട്ടിരുന്നിട്ടുണ്ട്. അതിൽ തന്നെ ആന്ധ്രാപ്രദേശിലാണ് കൂടുതൽ കാലം ഗവർണറായിട്ടിരുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റും പട്ടം താണുപിള്ളയാണ്. R. ശങ്കർ. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി R. ശങ്കർ. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് R. ശങ്കർ. പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി R. ശങ്കർ. പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി R. ശങ്കർ. R. ശങ്കർ ആരംഭിച്ച പത്രം ദിനമണി. R. ശങ്കർ ആരംഭിച്ച പത്രം ദിനമണി. വിമോചന സമരകാലത്തെ KPCC പ്രസിഡന്റ് R. ശങ്കർ. വിമോചന സമരകാലത്തെ KPCC പ്രസിഡന്റ് R. ശങ്കർ. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി R. ശങ്കർ. R. ശങ്കർ ഉപമുഖ്യമന്ത്രിയായ വർഷം 1960. കേരളത്തിൽ ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി R. ശങ്കർ. കേരളത്തിലെ ഉപമുഖ്യമന്ത്രിയായതിനു ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി R. ശങ്കറാണ്. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി R. ശങ്കർ. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി R. ശങ്കറാണ്. R. ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് PK കുഞ്ഞാണ്. അപ്പോൾ ഇത്രയാണ് R. ശങ്കറിനെ പറ്റി പഠിക്കാനുള്ളത്. R. ശങ്കറിൻ്റെ കാലഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 26, 1962 മുതൽ സെപ്റ്റംബർ 10, 1964 വരെയാണ്. അപ്പോൾ അതാണ് R. ശങ്കറിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത്. അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. പിന്നാക്ക സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് വന്ന കേരള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് ദിനമണി. വിമോചന സമരകാലത്ത് KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നത് R. ശങ്കറാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി R. ശങ്കറാണ്. 1960 ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയാകുന്നത് ആദ്യത്തെ വ്യക്തി R. ശങ്കറാണ്. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. R. ശങ്കറാണ്. ഈ R. ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് PK കുഞ്ഞാണ്. C. അച്യുത മേനോൻ.
നവംബർ 1, 1969 മുതൽ ഓഗസ്റ്റ് 1, 1970 വരെയാണ് സി അച്യുതമേനോൻ്റെ കാലഘട്ടം. അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് പിന്നീട് EMS നമ്പൂതിരിപ്പാട് വന്നിരുന്നു. അതായത് മാർച്ച് 6, 1967 മുതൽ നവംബർ 1, 1969 വരെ EMS നമ്പൂതിരിപ്പാടായിരുന്നു. അതിനുശേഷമാണ് സി അച്യുതമേനോൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നവംബർ 1, 1969 മുതൽ ഓഗസ്റ്റ് 1, 1970 വരെയാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് നടന്ന തിരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രിയായത്. അത് ഒക്ടോബർ 4, 1970 മുതൽ മാർച്ച് 25, 1977 വരെ. അതാണ് അദ്ദേഹത്തിന് 2 വട്ടം അടുപ്പിച്ച് മുഖ്യമന്ത്രിയായ ആളാണ് സി അച്യുതമേനോൻ. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. കൊച്ചി രാജ്യപ്രജാമണ്ഡലം, തിരുക്കൊച്ചി, കേരള നിയമസഭ, രാജ്യസഭ എന്നിവയിൽ അംഗമായിരുന്ന മുൻ കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് സി അച്യുതമേനോനാണ്. H.G. വെൽസിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് സി അച്യുതമേനോനാണ്. H.G. വെൽസിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോൻ. കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. കേരളത്തിൽ ആദ്യമായി ഡയസ്-നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയും സി അച്യുതമേനോനാണ്. 2013 ജനുവരിയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോൻ. 1975 അടിയന്തരാവസ്ഥക്കാലത്തെ കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. 1975 അടിയന്തരാവസ്ഥക്കാലത്തിലെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരനായിരുന്നു. 1975 അടിയന്തരാവസ്ഥക്കാലത്തിലെ കേരള ഗവർണർ N. വാഞ്ചു ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് സി അച്യുതമേനോനെ പറ്റി പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയാണ്. കൊച്ചി രാജ്യപ്രജാമണ്ഡലം, തിരുക്കൊച്ചി, കേരള നിയമസഭ, രാജ്യസഭ എന്നിവയിൽ അംഗമായിരുന്ന മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. H.G. വെൽസിൻ്റെ ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന ബുക്കിന് മലയാള തർജ്ജമ ചെയ്തത് സി അച്യുതമേനോനാണ്. കേരള നിയമസഭയിൽ ആദ്യമായിട്ട് വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച സി അച്യുതമേനോൻ. കേരളത്തിൽ ആദ്യമായി ഡയസ്-നോൺ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായി. 2013 ജനുവരിയിൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. 1975 അടിയന്തരാവസ്ഥ കാലത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ആ സമയത്ത് ആഭ്യന്തരമന്ത്രി കെ കരുണാകരനും കേരളത്തിലെ ഗവർണർ N. വാഞ്ചുവുമായിരുന്നു. കെ കരുണാകരൻ മാർച്ച് 25, 1977 മുതൽ ഏപ്രിൽ 25, 1977 വരെ. കറക്റ്റ് ഒരു മാസം. മാർച്ച് 25, 1977 മുതൽ ഏപ്രിൽ 25, 1977 വരെ. കെ കരുണാകരനാണ് കേരളത്തിലെ 2ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കർ. അപ്പോൾ കേരളത്തിലെ 2ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. 5 വർഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി കെ കരുണാകരൻ. 5 വർഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? കെ കരുണാകരൻ. ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മന്ത്രിസഭ 1977 കെ കരുണാകരൻ മന്ത്രിസഭയാണ് ഏറ്റവും കുറച്ചു കാലം ഭരിച്ചത്. കാരണം 1 മാസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മന്ത്രിസഭ. അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ആദ്യം ഭരിച്ചത് 1977 അന്ന് അദ്ദേഹം 1 മാസം മാത്രമാണ് അദ്ദേഹം ഭരിക്കാൻ കിട്ടിയിരുന്നത്. പിന്നീട് ഡിസംബർ 28, 1981 മുതൽ മാർച്ച് 17, 1982 വരെയും, പിന്നെ മെയ് 24, 1982 തുടങ്ങി മാർച്ച് 25, 1987 വരെയും, ജൂൺ 24, 1991 തുടങ്ങി മാർച്ച് 16, 1995 വരെയും കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് UDF സ്ഥാപകനാണ് കെ കരുണാകരൻ. UDF LDF എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. UDF ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ സ്ഥാപകനാരാണ്? കെ കരുണാകരൻ. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട മുഖ്യമന്ത്രി കെ കരുണാകരനാണ്. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ടത് കെ കരുണാകരനാണ്. ഏറ്റവും മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്നത് കെ കരുണാകരൻ. മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രി ആരാണ്? കെ കരുണാകരനാണ് മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രി. രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവാണ് കെ കരുണാകരൻ. കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ച വ്യക്തി ഈശ്വര വാര്യർ.
രാജൻ്റെ പിതാവായ ഈശ്വര വാര്യരാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ച വ്യക്തി. രാജൻ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഈശ്വര വാര്യർ രചിച്ച പുസ്തകമാണ് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. രാജൻ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഈശ്വര വാര്യർ രചിച്ച പുസ്തകമാണ് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. അപ്പോൾ ഇത്രയാണ് കെ കരുണാകരനെ പറ്റി പഠിക്കാനുള്ളത്. കേരളത്തിലെ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. 5 വർഷം തികച്ചു ഭരിച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി, കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി. ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മന്ത്രിസഭ 1977 കെ കരുണാകരൻ മന്ത്രിസഭയായിരുന്നു. UDF യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ സ്ഥാപകനാണ്. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട മുഖ്യമന്ത്രി, മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രിയാണ്. രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവാണ് കെ കരുണാകരൻ. കേരളത്തിൽ ആദ്യമായിട്ട് ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ച വ്യക്തി ഈശ്വര വാര്യരാണ്. രാജൻ്റെ അച്ഛനാണ് അദ്ദേഹം. രാജൻ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഈശ്വര വാര്യർ രചിച്ച പുസ്തകമാണ് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. AK ആൻ്റണി ഏപ്രിൽ 27, 1977 മുതൽ ഒക്ടോബർ 27, 1978 വരെ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായി. പിന്നീട് മാർച്ച് 22, 1995 മുതൽ മെയ് 9, 1996 വരെയും, മെയ് 17, 2001 മുതൽ ഓഗസ്റ്റ് 29, 2004 വരെയും അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. AK ആൻ്റണി തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനവും 1996 ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രിയാണ് AK ആൻ്റണി. തൊഴിലില്ലായ്മ വേതനം ഏർപ്പെടുത്തിയതാരാണ്? AK ആൻ്റണി. ചാരായ നിരോധനം 1996 ചാരായ നിരോധനം നടത്തിയ മുഖ്യമന്ത്രിയും AK ആൻ്റണിയാണ്. കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം കേന്ദ്രമന്ത്രിയായ ആദ്യ വ്യക്തി AK ആൻ്റണി. കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം കേന്ദ്രമന്ത്രിയായ ആദ്യ വ്യക്തി AK ആൻ്റണിയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ഏക കേരള മുഖ്യമന്ത്രി AK ആൻ്റണി. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ഏക കേരള മുഖ്യമന്ത്രിയാണ് AK ആൻ്റണി. പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി ആരാണ്? കെ കരുണാകരൻ. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രി AK ആൻ്റണി. പഞ്ചായത്തി രാജ് നിയമം നടപ്പിലാക്കുമ്പോൾ കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രി AK ആൻ്റണിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി AK ആൻ്റണിയാണ്. തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനം 1996 നടപ്പിലാക്കിയത് AK ആൻ്റണിയാണ്. കേരള മുഖ്യമന്ത്രിയായതിനു ശേഷം കേന്ദ്രമന്ത്രിയാവുന്ന ആദ്യ വ്യക്തിയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ഏക കേരള മുഖ്യമന്ത്രിയാണ്. പിന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോഴുള്ള കേരള മുഖ്യമന്ത്രിയാണ്. ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.